നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ആലപ്പുഴ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. 2 പേർക്ക് പരിക്കേറ്റു. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ജീവനക്കാരെ പുറം കരാർ വഴി നിയമിക്കുന്ന ഉത്തരവിനെതിരെ KGNA ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. BJP നിയമിച്ച കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായ 3-അംഗ സമിതിയുടെയും കാർഷിക ശാസ്ത്രജ്ഞരും വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെയും കൂടിക്കാഴ്ച നടന്നു. ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ നൈസി ബെന്നി തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക അഴിമതി നടത്തിയെന്നാരോപിച്ച മെമ്പറുടെ രാജി ആവശ്യപ്പെട്ട NREG തൊഴിലുറപ്പ് വർക്കേഴ്സ് യൂണിയൻ പള്ളിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ആലപ്പുഴ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആലപ്പുഴ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സീറോ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം DMO ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു. കോൺഗ്രസ് നേതാവ് K മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമന്ത്രിക്ക് ജനാധിപത്യ മര്യാദയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്ന് മുരളീധരൻ പറഞ്ഞു. കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടണം. SFIക്കാരുടെ സമരം സർവകലാശാലകളെ രക്ഷിക്കാനല്ല, വീണ ജോർജിനെ രക്ഷിക്കാനാണെന്നും K മുരളീധരൻ ആരോപിച്ചു. ഇപ്പോ ചില DYFIക്കാരും SFIക്കാരും ഇറങ്ങിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളെ രക്ഷിക്കാൻ. നിങ്ങൾ യൂണിവേഴ്സിറ്റികളെ രക്ഷിക്കാനല്ല നോക്കുന്നത്, നിങ്ങൾ വീണ ജോർജിനെ രക്ഷിക്കാനാണ് നോക്കുന്നത്. നിങ്ങളുടെ ഇന്നത്തെ സമരം എന്ന് പറയുന്നത് ഇപ്പൊ നടത്തുന്ന DYFIയുടെ സമരം ഉണ്ടല്ലോ, ആ സമരം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളെ കലാപഭൂമിയാക്കുകയാണ്. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, ഞങ്ങളുടെ ഈ സമരമൊന്നും ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല. ഞങ്ങൾ സമരം ചെയ്യും. പോലീസുകാർക്ക് നെട്ടോട്ടോടേണ്ടി വരും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ പോലീസുകാരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, അമിതമായിട്ടുള്ള ആവേശം കാണിക്കണ്ട. 8 മാസം കൂടിയേ പിണറായിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടെ ശക്തരായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവും. ആ ഗവൺമെന്റ് നിങ്ങളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. പക്ഷെ അതിനു മുമ്പ് ജനങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ജനങ്ങൾ വോട്ട് ചെയ്യാൻ UDFന് വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവർ സർക്കാർ ആശുപത്രിയിൽ പോയാൽ പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് വീണ ജോർജിനെ പുറത്താക്കുക. പിണറായിക്ക് 2 വീണകളെ കൊണ്ടാണ് ഇപ്പൊ തലവേദന. വീട്ടിലൊരു വീണയുണ്ട്, അതിന്റെ മകളായതുകൊണ്ട് ഉപേക്ഷിക്കാൻ നിർത്തിയില്ല. പക്ഷേ വീണ ജോർജിന്റെ മന്ത്രിനെങ്കിലും പുറത്താക്കിയില്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയില്ല. അപ്പൊ അമേരിക്കയിൽ ചെന്നു, അവിടെ സ്ഥിതി എന്താ വെച്ചാൽ വെള്ളപ്പൊക്കം വന്ന് മനുഷ്യനൊക്കെ മരിക്കാൻ തുടങ്ങി. അവിടെ ചെന്നാലും അവസ്ഥ ഇതാണ്. അതുകൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനത്തിന് ശേഷം മുദ്രാവാക്യം വിളികളുമായി മുന്നോട്ട് നീങ്ങിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്മാറിയില്ല. പിന്നീട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MP പ്രവീൺ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ബലപ്രയോഗം പലതവണ തർക്കത്തിനും വഴിവെച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ പോലീസ് ബസ്സിന് മുന്നിലും ഏതാനും പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇവരെയും പോലീസ് നീക്കി. ബലപ്രയോഗത്തിനിടെ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. കോൺഗ്രസ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് നൂറുദ്ദീൻ കോയ, KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മാർച്ചിനെ തുടർന്ന് ജനറൽ ആശുപത്രി റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതവും തടസ്സപ്പെട്ടു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ജീവനക്കാരെ പുറം കരാർ വഴി നിയമിക്കുന്ന ഉത്തരവിനെതിരെ KGNA ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനെതിരെ ജീവനക്കാരെ പുറംകരാർ വഴി നിയമിക്കുന്ന ഉത്തരവിനെതിരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. KGNA ജനറൽ സെക്രട്ടറി T സുബ്രഹ്മണ്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേഖലയിലാകെ വലിയ തോതിലുള്ള അസംതൃപ്തി രൂപപ്പെട്ടു വരുന്നതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വലിയ പ്രക്ഷോഭം
രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധ സമരം, പണിമുടക്ക് സമരം, അതിൽ പങ്കെടുത്ത ആളുകളാണ് ഇവിടെയുള്ളതിൽ കുറേയേറെ സഖാക്കളെങ്കിലും ആരോഗ്യ മേഖലയിലുള്ളവരെ ആ പണിമുടക്കത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിലും സംഘടനയുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പണിമുടക്കത്തിൽ പങ്കെടുക്കണമെന്നുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കുറേയേറെ സഖാക്കൾ ആ പണിമുടക്കത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. ആ പണിമുടക്കത്തിൽ ഉന്നയിച്ച മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് അത് കരാർ കാർഷിക നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യ രാജ്യത്തെ 145 കോടി ജനങ്ങളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. ചൈനയെ നമ്മൾ പുറന്തള്ളിക്കഴിഞ്ഞു. 1ാം സ്ഥാനം ഇന്ത്യക്കാണ് ഇപ്പോൾ. ആ 145 കോടി ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് 3.5 കോടി മാത്രം ജനങ്ങൾ അധിവസിക്കുന്ന ഏറ്റവും ചെറിയൊരു ഭൂപ്രദേശമാണ് നമ്മുടെ സംസ്ഥാനം കേരളം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തുവിടുന്ന കണക്ക് പ്രകാരം UPSCയുടെയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും ഒക്കെ പുറപ്പെടുവിക്കുന്ന കണക്ക് പ്രകാരം ഇന്ത്യയിൽ നടക്കുന്ന ആകെ നിയമനങ്ങളുടെ 60% ഈ കേരളത്തിലാണ് എന്നുള്ളതാണ്. KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹമീദ് SS, KGNA സംസ്ഥാന സെക്രട്ടറി ദീപ L, KGNA സംസ്ഥാന സെക്രട്ടറി നിഷ ഹമീദ്, സംസ്ഥാന കമ്മിറ്റി അംഗം മായ CC എന്നിവർ സംസാരിച്ചു. KGNA ജില്ലാ വൈസ് പ്രസിഡന്റ് രജില R അധ്യക്ഷത വഹിച്ച ധർണയ്ക്ക് ജില്ലാ സെക്രട്ടറി ലെവിൻ K ഷാജി സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വീണ K കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ആലപ്പുഴ. BJP നിയമിച്ച കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായ 3-അംഗ സമിതിയുടെ കാർഷിക ശാസ്ത്രജ്ഞരുടെയും വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെയും കൂടിക്കാഴ്ച നടന്നു. BJP നിയമിച്ച കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായ 3-അംഗ സമിതിയുടെയും കാർഷിക ശാസ്ത്രജ്ഞരുടെയും വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെയും കൂടിക്കാഴ്ച നടന്നു. കുട്ടനാടിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് അടിയന്തരവും ശാസ്ത്രീയാധിഷ്ഠിതവുമായ സമഗ്ര വികസന പദ്ധതി ആവശ്യമാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. കുട്ടനാടിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും പ്രകൃതി വിഭവങ്ങൾക്കും കോട്ടം തട്ടാതെ സുസ്ഥിര വികസന പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടതെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ മണ്ണും മനസ്സും ഒരുപോലെ അനുകൂലമായി പരുവപ്പെടേണ്ടതുണ്ടെന്നും ഇതിനായി ജലസേചനം, ജനവാസം, കുടിവെള്ള വിതരണം, ആരോഗ്യരക്ഷ, വള, കീടനാശിനി പ്രയോഗം, ഗതാഗത സൗകര്യം തുടങ്ങി സാമൂഹ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സംയോജിപ്പിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീവ്രയജ്ഞ പരിപാടി നടപ്പിലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ 6 മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാട് ഭൂപ്രദേശത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും പശ്ചാത്തല വികസനവും സാധ്യമാക്കുന്നതിന് ഒരു അതോറിറ്റി രൂപീകരിക്കണമെന്നും തണ്ണീർമുക്കം ബണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ കൃഷിക്ക് ഉപകരിക്കും വിധം ക്രമപ്പെടുത്തണമെന്നും ഓരുവെള്ളം, കാലാവസ്ഥാ വ്യതിയാനം, മടവീഴ്ച, വെള്ളപ്പൊക്കം, ജലക്ഷാമം തുടങ്ങിയ കുട്ടനാടിനെ അലട്ടുന്ന കാതലായ പ്രശ്നങ്ങൾക്ക് സത്വര പരിഹാരം കാണുവാൻ ഈ സ്ഥിരം ഭരണ സംവിധാനത്തിനെ കഴിയൂവെന്നും യോഗം അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ കുമ്മനം രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ, ഡോക്ടർ KG പത്മകുമാർ, ഡോക്ടർ VN സഞ്ജീവൻ, ഇറിഗേഷൻ വിഭാഗം റിട്ടയർഡ് എഞ്ചിനീയർ ഹരൻ ബാബു, അഡ്വക്കേറ്റ് PK ബിനോയ്, കൃഷ്ണപ്രസാദ്, ജിബിൻ തോമസ്, രാഹുൽ K സുകുമാരൻ, ജൂബി മാത്യു, ജോർജ് മാത്യു, ഡോക്ടർ RV നായർ, ഗോപൻ ചെന്നിത്തല, MV രാമചന്ദ്രൻ, അജിത് പിഷാരത്ത തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ നൈസി ബെന്നി തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക അഴിമതി നടത്തിയെന്നാരോപിച്ച മെമ്പറുടെ രാജി ആവശ്യപ്പെട്ട NREG തൊഴിലുറപ്പ് വർക്കേഴ്സ് യൂണിയൻ പള്ളിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ നൈസി ബെന്നി തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക അഴിമതി നടത്തിയിട്ടുണ്ടെന്നാരോപിച്ച NREG തൊഴിലുറപ്പ് വർക്കേഴ്സ് യൂണിയൻ പള്ളിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 16-ാം വാർഡ് മെമ്പർ നൈസി ബെന്നി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശം സംഘടിപ്പിച്ച ധർണ CPIM ചേർത്തല ഏരിയ സെക്രട്ടറി വിനോദ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പിന്റെ കണക്കൊക്കെ പരിശോധിക്കുന്ന ഓംബുഡ്സ്മാൻ, ഇങ്ങനെ തട്ടിപ്പൊക്കെ നടത്തിയ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ജഡ്ജിയാണ് കേട്ടോ. ആ ഓംബുഡ്സ്മാൻ പരിശോധിച്ചപ്പോൾ ക്രമക്കേട് കണ്ടെത്തി കാശ് തിരിച്ചടക്കാൻ പറഞ്ഞു. കാശ് കൊണ്ടുപോയി തിരിച്ചെടുത്ത് രസീതുമായിട്ട് വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇതിനകത്ത് വലിയ തട്ടിപ്പും കൊള്ളയും നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി നമ്മൾ പരാതിയായി കൊടുത്തത്. കൊടുക്കേണ്ട പരാതി ഈ കളവിന് കൂട്ടുനിൽക്കാൻ പറ്റുമോ? ഇത് കോൺഗ്രസ്സുകാരുടെ സ്ഥിരം സംവിധാനമാണെന്നേ. കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും വല്ല അനക്കം ഉണ്ടായി. ഈ അവരുടെ പഞ്ചായത്ത് മെമ്പറെ കളവ് കാണിച്ച ഈ പഞ്ചായത്ത് മെമ്പറുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്ന് കോൺഗ്രസ് പറയണ്ടേ? BJPക്കാരൊരു സമരമായിട്ട് ഇവിടെ വരണ്ടേ? അവരെല്ലാവരും ഒന്നാണ്. BJP എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. പണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇറയത്തൊക്കെ കിടന്നിരുന്ന സോഫ കംബെഡ് ഇല്ലേ, സോഫ പകലെല്ലാവരും ചാരിയിരിക്കും, രാത്രിയാകുമ്പോൾ അതിൻ്റെ പുറത്ത് തട്ടിക്കഴിയുമ്പോൾ കിടക്ക പോലെ കിടക്കാം. പകല് കോൺഗ്രസ്സാണ്, രാത്രി BJP ആണ്. ഇതാണ് കോൺഗ്രസിൻ്റെ സമീപനം. അവരിതുപോലെയുള്ള കാര്യത്തിനൊക്കെ ഒന്നാണ്. ഇല്ലെങ്കിൽ നൈസീഡ് പറയണ്ടേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, നീ
കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ താൻ കാണിച്ചിട്ടുള്ള പെശകാണ്. അതുകൊണ്ട് ഈ പാർട്ടിക്ക് അപമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്കളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകണ്ടേ? കോൺഗ്രസിൻ്റെ മെമ്പർ അഴിമതി കാണിച്ചിരിക്കുന്നു. അഴിമതി കാണിച്ച മെമ്പർക്കെതിരായിട്ടുള്ള ഒരു സമരം ഇവിടെ സംഘടിപ്പിക്കാൻ BJP തയ്യാറാകണ്ടേ? അപ്പോൾ ഈ ഇത്തരം വിഷയങ്ങളിൽ ഇവർ രണ്ടുപേരും രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ മുഴുവൻ കാണുന്നത്. NREG യൂണിയൻ ചേർത്തല ഏരിയ പ്രസിഡന്റ് ഉദയമ്മ ഷാജി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ മേഖലാ പ്രസിഡന്റ് KK രമേശൻ സ്വാഗതം പറഞ്ഞു. CPM ചേർത്തല ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PR ഹരിക്കുട്ടൻ, C ശ്യാംകുമാർ, TS സുധീഷ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ PR റോയ്, PK ജ്യോതിഷ്, യൂണിയൻ ഏരിയ സെക്രട്ടറി PK രാജൻ, മേഖലാ പ്രസിഡന്റ് ഗീത ലാലു, CDS ചെയർപേഴ്സൺ വിജി രതീഷ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. നൂറുകണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും പൊതുജനങ്ങളും ധർണാ സമരത്തിൽ പങ്കെടുത്തു. മേഖലാ സെക്രട്ടറി റെജിമോൾ സാബു നന്ദി രേഖപ്പെടുത്തി. ടൈം ന്യൂസ് ചേർത്തല. 5 വയസ്സുകാരനെ അമ്മയും അമ്മൂമ്മയും ചേർന്ന് ഉപദ്രവിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. ചേർത്തല നഗരസഭ 15-ാം വാർഡിലാണ് സംഭവം. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെടുകയും ഇതേ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഇവിടെയൊക്കെ പാട് എന്ത് പറ്റിയതാ? ആണോ? ഇവിടെയോ കഴുത്തിലോ? നിക്കിയോ? ആണോ? എന്താ പറഞ്ഞു മോന്? നമസ്കാരം, ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. 5 വയസ്സുകാരനെ അമ്മയും അമ്മൂമ്മയും ചേർത്ത് ഉപദ്രവിച്ചു പരിക്കേൽപ്പിച്ചതായി പരാതി. ചേർത്തല നഗരസഭ 15-ാം വാർഡിലാണ് സംഭവം. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെടുകയും ഇതേ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. കുട്ടിയെ രാത്രി ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കാനും നടപടിയായി. നഗരത്തിലെ പ്രധാന സ്കൂളിലെ UKG വിദ്യാർത്ഥിയായ 5 വയസ്സുകാരന്റെ മുഖത്തും കഴുത്തിനും മുറിവേറ്റ നിലയിൽ കോടതിക്കവലയ്ക്ക് സമീപമുള്ള ചായക്കടയിൽ ആണ് കണ്ടെത്തിയത്. ഇതുവഴി വന്ന PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം പുറത്താവുന്നത്. മുഖത്തും കഴുത്തിലെയും മുറിവ് അമ്മ സ്കെയിലിനടിച്ചതാണെന്നും അമ്മുമ്മയും തന്നെ ഉപദ്രവിക്കാറുണ്ടെന്നും കുട്ടി ദിനൂപിനോട് പറഞ്ഞു. ഞാൻ നിലവിൽ ചേർത്തല ഗവൺമെന്റ് ടൗൺ LP സ്കൂളിലെ PTA പ്രസിഡന്റാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കാശ് കുട്ടിയെ അവിടെ LKG പഠിക്കുന്ന കുട്ടിയെ രണ്ടാനച്ഛന് ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ PTA ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചേർത്തല പോലീസിൽ പരാതി നൽകുകയും രണ്ടാനച്ഛനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്ത് റിമാൻഡിൽ പോയ സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്ന് കുട്ടി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കുട്ടി ഒരു കടയിലിരിക്കുന്നു. അപ്പോൾ ഞാൻ രാഷ്ട്രീയമായി കുട്ടിയെ കണ്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കുട്ടിയുടെ കവിളത്തും അതേപോലെ കഴുത്തിനും മുറിപ്പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ചോദിച്ചറിഞ്ഞതിൽ വെച്ചിട്ട് കുട്ടിയോട് ചോദിച്ചപ്പോൾ അമ്മ സ്കെയിൽ കൊണ്ട് കവിളിലടിച്ചതാണെന്നും അതേപോലെ തന്നെ അമ്മയുടെ അമ്മുമ്മ കഴുത്തിന് കുത്തിപ്പിടിച്ച് പരിക്കേൽപ്പിച്ചതാണെന്നും പറയുകയുണ്ടായി. അതിനെ തുടർന്ന് അപ്പോൾ തന്നെ ചൈൽഡ് ലൈനിലെയും ചേർത്ത പോലീസിൽ നമ്മൾ അറിയിച്ചു. കഴിഞ്ഞ മെയ് 24-ന് അമ്മയുടെ ആൺ സുഹൃത്ത് ഈ കുട്ടിയെ ഉപദ്രവിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. തുടർന്ന് റിമാൻഡിലിരിക്കെ 30-ന് ഇയാൾ ആശുപത്രിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് PTA ഭാരവാഹികളുടെ നിരീക്ഷണം കുട്ടിക്കുണ്ടായിരുന്നു. ലോട്ടറി വിൽപ്പനയ്ക്ക് പോകുമ്പോൾ കുട്ടിയെ ചായക്കടയിൽ ഇരുത്തിയ ശേഷമാണ് മാതാവ് സ്ഥിരമായി പോകുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ദിനൂപാണ് കുട്ടി ചായക്കടയിൽ ഇരിക്കുന്നത് കണ്ടത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ദിവസങ്ങളായി കുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായതെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ചേർത്തല പോലീസിലും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലും പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് സൂപ്പർവൈസർ അലൻ വർഗീസ് കുട്ടിയെ ഏറ്റെടുക്കുകയും ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. പരിശോധനയിൽ മർദ്ദനത്തിന്റെ പാടുകൾ കണ്ടതായി അലൻ വർഗീസ് പറഞ്ഞു. അലൻ വർഗീസ് ചേർത്തല പോലീസ് സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. തുടർന്ന് കുട്ടിയെ ആലപ്പുഴ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഏൽപ്പിച്ചു. മിൻ മീഡിയ ചേർത്തല. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. അരൂർ കോതാട്ട് ഡിനൂബിന്റെ ഭാര്യ നീതുവാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. അരൂർ കോതകാട്ട് ഡിനൂബിന്റെ ഭാര്യ നീതുവാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ വീട്ടിലെ അലക്കലിന് സമീപം വെച്ചാണ് നീതുവിന് പാമ്പ് കടിയേറ്റത്. പാമ്പ് കടിയേറ്റ ഉടനെ നീതുവിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 13 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ അന്തർ ജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ജൂലൈ 14 മുതൽ 20 വരെ മണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴയിൽ വെച്ച് നടക്കുവാൻ പോവുകയാണ്. ഈ 14-ാം തീയതി മുതലാണ് ഇത് ആരംഭിക്കുന്നത്. 8 വർഷത്തിന് ശേഷമാണ് ജില്ല ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് കളമൊരുങ്ങുന്നത്. നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നത്. രാവിലെയും വൈകുന്നേരവുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതിൻ്റെ സമയക്രമങ്ങളെല്ലാം കൃത്യമായി നമ്മൾ തന്നിരിക്കുന്ന ബുക്ക്ലെറ്റിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. വരുന്ന ഈ 14 ജില്ലകളിൽ നിന്നും
ടീമുകൾ വരുന്നുണ്ട്. ഈ മത്സരങ്ങളിൽ നിന്നാണ് കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നത്, നാഷണൽ വിഭാഗമുള്ള കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഫുട്ബോള് നാട്ടിലുള്ള ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നതും സാധാരണപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ. നാട്ടിലിപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ എല്ലാം സപ്പോർട്ടും എല്ലാം സ്പോർട്സാണ് ലഹരി എന്നുള്ള ഒരാശയം മുൻനിർത്തിയാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികളെയും സ്പോർട്സിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനുണ്ട്. കഴിഞ്ഞ അവധിക്കാലത്ത് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളുമായി ഏകദേശം 60ഓളം കോച്ചിങ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. ഏറ്റവും ചെലവ് കുറച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഇണക്കിയത്. എല്ലാ കുട്ടികളും വളരെ നന്നായി അതിൽ പങ്കെടുത്തു. വരാൻ പോണ സ്കൂളിൻ്റെ ഒരു ലീഗ് മത്സരം നടത്താൻ വേണ്ടി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാന ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ബീച്ച് ഫുട്ബോൾ ആലപ്പുഴയാണ് ആതിഥ്യം വഹിച്ചിരുന്നത്. അതിൽ നിന്ന് നമ്മുടെ അന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്ത കുട്ടികളാണ് ദേശീയ ഗെയിംസിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ആലപ്പുഴ ജില്ലയിൽ നിന്നും 2 കുട്ടികൾ അതിൽ ടീമിൽ സെലക്ഷൻ കിട്ടിയിരുന്നു. ആ കുട്ടികൾക്ക് ഗവൺമെൻറ് ഏകദേശം 2 ലക്ഷം രൂപ വെച്ചുള്ള പാരിതോഷികം കൊടുത്തു. വരാൻ പോകുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം അവർക്കെല്ലാം ജോലി കിട്ടും. ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 13 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ അന്തർജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ ജില്ല ആതിഥേയത്വം വഹിക്കുന്നു. 2025 ജൂലൈ 14 മുതൽ 20 വരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ രാവിലെയും വൈകിട്ടുമായാണ് മത്സരങ്ങൾ നടത്തപ്പെടുന്നത്. 14 ജില്ലാ ടീമുകളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. 14-ാം തീയതി രാവിലെ 7 മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പാലക്കാട് ജില്ല ആലപ്പുഴ ജില്ലയെ നേരിടും. സംസ്ഥാനത്തിന്റെ ഭാവി താരങ്ങളെ കണ്ടെത്തുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ വാശിയേറിയ മത്സരങ്ങളാണ് നടക്കുന്നത്. ഇതിൽ നിന്നും കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നു. ചാമ്പ്യൻഷിപ്പിന്റെ വിജയകരമായ നടത്തിപ്പിന് വിപുലമായ ഒരുക്കങ്ങളാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഒരുക്കിയിരിക്കുന്നത്. മത്സരങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H. സലാം തിങ്കളാഴ്ച വൈകുന്നേരം 4-ന് നിർവഹിക്കും. ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുര്യാക്കോസ് ജെയിംസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ അസോസിയേഷൻ രക്ഷാധികാരിയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ VG വിഷ്ണു, കേരള ഫുട്ബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി KA വിജയകുമാർ, KFA എക്സിക്യൂട്ടീവ് മെമ്പർ റംജി ഓസ്കാർ, ജോസഫ് CA, അസോസിയേഷൻ സെക്രട്ടറി രാജീവ് BH, ഹരീഷ് കുമാർ KB തുടങ്ങിയവർ പങ്കെടുക്കും. 19-ന് സെമി ഫൈനൽ മത്സരങ്ങളും 20-ന് ഫൈനൽ മത്സരങ്ങളും നടക്കുമെന്ന് രക്ഷാധികാരി VG വിഷ്ണു, പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ്, സെക്രട്ടറി BH രാജീവ്, കേരള ഫുട്ബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി KA വിജയകുമാർ, മീഡിയ കമ്മിറ്റി ചെയർമാൻ ഷാജഹാൻ തുടങ്ങിയവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ ടൗൺ റോട്ടറി ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ശനിയാഴ്ച വൈകിട്ട് 6:30-ന് ആലപ്പുഴ റമദ ഹോട്ടലിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 76 വർഷം പാരമ്പര്യമുള്ള റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പിയുടെ 77ാമത്തെ പ്രസിഡന്റായിട്ട് ശ്രീമതി ലക്ഷ്മി ഗോപകുമാർ, അതായത് ഞാനും സെക്രട്ടറി ആയിട്ട് ശ്രീ നാഗരാജയും നാളെ വൈകുന്നേരം ജൂലൈ 12-ാം തീയതി വൈകുന്നേരം 6:30-ക്ക് ഞങ്ങൾ റമദായിൽ വെച്ചിട്ട് നമ്മൾ സ്ഥാനമേൽക്കുകയാണ്. നമ്മളുടെ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് മുൻ DGP ശ്രീ ഋഷിരാജ് സിംഗും വിശിഷ്ട അതിഥിയായി പ്രശസ്ത സംഗീത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ഗോപി സുന്ദറും വരുന്നുണ്ട്. ഞങ്ങളുടെ ഈ വർഷത്തെ പ്രധാന പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യപരമായ സേവനവും അതിൽ അർഹതപ്പെട്ടവർക്ക് സഹായം നൽകുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായ സേവനങ്ങളും അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും അവർക്ക് പിന്നീട് ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ടും നമ്മൾ ക്ലബിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നമുക്ക് റോട്ടറിയുടെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പം എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ ഗവർണറാണ് റോട്ടറിക്കുള്ളത്, ഡോക്ടർ ടീന ആന്റണി. അപ്പം മാഡത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണെന്ന് വെച്ചാൽ സ്ത്രീകൾക്കുള്ള ഒരു സപ്പോർട്ട് എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് റോട്ടറിയുടെ ഒരു പ്രോജക്റ്റ്, നമ്മൾ പേര് പോലെ തന്നെ സ്ത്രീയെ ഒരു സഹോദരിയായി കാണാനായിട്ട് ഓപ്പോൾ എന്നാണ് ആ ഡിസ്ട്രിക്ട് പ്രോജക്റ്റിന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അപ്പം ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എല്ലാ മേഖലകളിലും ഉള്ള ശാക്തീകരണത്തിനും അവരുടെ എന്താ പറയുക ഉന്നമനത്തിനും വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ ആ ഓപ്പോൾ എന്നുള്ള പദ്ധതിയിലുണ്ട്. അപ്പോൾ അതും നമ്മുടെ ക്ലബ്ബ് ഏറ്റെടുത്ത് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സ്ത്രീകൾക്കുള്ള സപ്പോർട്ടും നമ്മൾ ആ പദ്ധതി വഴി, ആ ഒരു പ്രോജക്റ്റ് വഴി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ അപ്പർ കുട്ടനാട് മേഖലയിൽ RO പ്ലാന്റുകൾ സ്ഥാപിക്കാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നിർധനരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിർധനരായ ഒരു 4 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണവും കൂടെ വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതും നമ്മളുടെ ഈ വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. 76 വർഷം സേവന പാരമ്പര്യമുള്ള ആലപ്പുഴ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശനിയാഴ്ച നടക്കും. ശനിയാഴ്ച വൈകിട്ട് 6:30-ന്
ആലപ്പുഴ റമദ ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുൻ DGP ഋഷിരാജ് സിംഗ് മുഖ്യാതിഥിയാവും. പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ ഗോപി സുന്ദർ വിശിഷ്ടാതിഥിയുമാകും. ആലപ്പുഴ റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ പ്രധാന പ്രൊജക്ട് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ആരോഗ്യപരമായ സേവനവും അതിൽ അർഹതപ്പെടുന്നവർക്ക് സഹായവും എന്നതാണ്. ഇതിനുവേണ്ടി ഏകദേശം 5 ലക്ഷം രൂപയുടെ പ്രൊജക്ട് തയ്യാറായി കഴിഞ്ഞു. തങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ തടയുന്നതിനും അവരെ പ്രാപ്തമാക്കുകയും നിയമപരമായി നേരിടാനുള്ള അറിവും പ്രാപ്തിയും കൊടുത്ത് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന ഓപ്പോൾ എന്ന പദ്ധതിയും നടത്തുവാൻ തീരുമാനിച്ചു. ഇതുകൂടാതെ കുട്ടനാട് മേഖലയിൽ ഏകദേശം 15 ലക്ഷത്തോളം രൂപ ചിലവാക്കി RO പ്ലാന്റുകൾ സ്ഥാപിച്ച് സൗജന്യമായി കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയും രൂപീകരിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 4 കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 4 കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയും രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് ആലപ്പുഴ റോട്ടറി ക്ലബ് നിയുക്ത പ്രസിഡന്റ് ലക്ഷ്മി ഗോപകുമാർ, നിയുക്ത സെക്രട്ടറി നാഗരാജ, വിജയലക്ഷ്മി ടീച്ചർ എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ പുതിയ ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കും. ഓണത്തിനു മുൻപ് ആശുപത്രി കെട്ടിടം നാടിന് സമർപ്പിക്കും. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബി വഴി 71,19,50,000 രൂപ മുടക്കി പുതുതായി നിർമ്മിക്കുന്ന 6 നില കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പുതിയ കെട്ടിടത്തിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളും സജ്ജമാകും. 6 നിലകളിലായി 1,30,803 സ്ക്വയർ മീറ്ററിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 4 ഓപ്പറേഷൻ തിയേറ്റർ, 1 മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മോർച്ചറി എന്നിവ കൂടാതെ ജനറൽ ഓർത്തോ, ജനറൽ സർജറി, ഒപ്താൽ സർജറി, എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയിൽ 1 മെയിൻ ബ്ലോക്ക് കൂടാതെ സർവീസ് ബ്ലോക്കും 206 കിടക്ക സൗകര്യവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ 500 മുതൽ 1,500ഓളം രോഗികളാണ് താലൂക്ക് ആശുപത്രിയിൽ OPയിൽ പ്രതിദിനം ചികിത്സയ്ക്കെത്തുന്നത്. ജനറൽ മെഡിസിൻ, സർജറി, ഗൈനക്കോളജി, പീഡിയാട്രിക്, ഓർത്തോപീഡിക്സ്, ENT, ഒഫ്താൽമോളജി, അനസ്തേഷ്യ, ത്വക്ക്, ദന്തം തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റും അതിലായി ഡോക്ടർമാരും നിലവിലുണ്ട്. ഓണത്തിനു മുമ്പ് ഉദ്ഘാടനം നടക്കുമെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ പറഞ്ഞു. 4.5 വർഷത്തോളമായി 6 നില കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കാനായിട്ട് ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമാണുള്ളത്. ഏകദേശം 71,19,50,000 രൂപയുടെ അടുത്ത് ഉള്ള ചെലവുകളിലാണ് ആ കെട്ടിടം പണി പൂർത്തീകരിക്കാൻ പോകുന്നത്. ആധുനികമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ആ കെട്ടിടത്തിൽ ഉണ്ടാകും. എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കും അതുപോലെ തന്നെ അത് ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർക്കും ഉള്ളത്. ഏകദേശം ഇനി 1 മാസത്തിനുള്ളിൽ നമ്മുടെ ആ പണി, വളരെ കുറച്ച് പണികൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് എത്രയും വേഗം, 2 ദിവസം മുമ്പും നമ്മൾ അവരുമായിട്ടൊരു കമ്മിറ്റി കൂടിയിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റിയിലും വന്നിട്ടുള്ളതായിട്ടുള്ള അഭിപ്രായങ്ങൾ, കുറച്ച് പണികൾ മാത്രമാണ് ഇനി അവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ചുറ്റുമതിൽ കൂടി കെട്ടുവാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും എന്നുള്ളതായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങൾ എത്രയും വേഗം നടന്നു കഴിഞ്ഞാൽ അത് ചേർത്തലയെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ ജനങ്ങൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ റഫർ ചെയ്യുന്നു എന്നുള്ള ഒരു പരാതി നമുക്ക് അതോടുകൂടി ഒഴിവാക്കാനായിട്ട് സാധിക്കും. ജനത്തിനറിയാം നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതായിട്ടുള്ള പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്. പക്ഷേ ചില സമയങ്ങളിൽ ആ തിരിച്ചറിവ് ജനങ്ങളിലേക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും ആ യാഥാർത്ഥ്യങ്ങളെല്ലാം മറിഞ്ഞുകിടന്നുകൊണ്ട് എത്രയും വേഗം ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മോർച്ചറിയുടെയും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ മോർച്ചറിയുടെയും പണി പൂർത്തീകരിച്ച് കിടക്കുന്നതായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ അതിൻ്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അതും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. ബഹുനില കെട്ടിടം പൂർത്തിയാവുമ്പോൾ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയായി മാറുമെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. പഴയ 3, 4 വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 20 മാസ കാലാവധിയിൽ കൊച്ചി ആസ്ഥാനമായുള്ള TU ഇട്ടുപാൻറ്റ് അസോസിയേറ്റ് ആണ് നിർമ്മാണ ചുമതല വഹിക്കുന്നത്. 2022 ഡിസംബർ 1 മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു തറക്കല്ലിട്ടത്. 2024 ജൂലൈ 31 നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു കരാറെങ്കിലും അത് നടന്നില്ല. ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P. പ്രസാദും ആരോഗ്യമന്ത്രി വീണ ജോർജും ആശുപത്രിയിൽ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താൻ എത്തിയിരുന്നു. പുതിയ കെട്ടിടത്തിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറുമ്പോൾ ചേർത്തല താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് നിലവിലുള്ള പരാതികൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല വടക്കേങ്ങാടിയിലെ പാതി പൊളിച്ച കെട്ടിടം ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. യഹൂദന്മാരുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലാണ്. ചേർത്തല വടക്കേങ്ങാടി കവലയിലെ പാതി പൊളിച്ച കെട്ടിടം ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു.
മനോരമ കവല വികസനത്തിനായി ചുറ്റുമുള്ള പ്രദേശങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ ഏറ്റെടുത്തിരുന്നു. എല്ലാ പഴയ കെട്ടിടങ്ങളും പൊളിച്ചിട്ടും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെങ്കല്ലിൽ തീർത്ത 2 നില കെട്ടിടം പൊളിച്ചു മാറ്റിയില്ല. നഷ്ടപരിഹാരം സംബന്ധിച്ച തർക്കം കോടതി കയറി. പിന്നീട് കേസിൽ തീർപ്പുണ്ടായി. ഇതിന് പിന്നിലായി പുതിയ കെട്ടിടം പണിയുകയും ചെയ്തു. ഇതിന്റെ നിർമ്മാണത്തിനാണ് പകുതി പൊളിച്ചത്. ശേഷിച്ച ഭാഗമാണ് ഇപ്പോൾ ഭീഷണിയായി നിലനിൽക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ഈ വഴി സഞ്ചരിക്കുന്നത്. ചേർത്തല നഗരത്തിലെ ആദ്യകാല വ്യാപാര വ്യവസായങ്ങൾക്കെത്തിയ യഹൂദന്മാർ പണിത കെട്ടിടമാണ് വടക്കേങ്ങാടി കവലയിൽ ഇപ്പോൾ ഈ പൊളിഞ്ഞു വീഴാറായ ഈ കെട്ടിടം. അത് പി തിലോത്തമൻ്റെ സ്വപ്ന പദ്ധതിയായ വടക്കേങ്ങാടി കവല വികസനത്തിന് ഇപ്പോഴും തടസ്സമായി നിൽക്കുന്ന ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന ഈ കെട്ടിടം എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ചേർത്തലയിലെ അറിയപ്പെടുന്ന കവല വടക്കേങ്ങാടി കവല, ആ കവല പുതിയതായി നിർമ്മിച്ച് അതിൻ്റെ പൂർണ്ണ ഘട്ടത്തിൽ എത്താൻ പോകുന്ന കവലയിൽ ചില കെട്ടിടങ്ങൾ നിയമതർക്കങ്ങൾ മൂലം നിലനിൽക്കുന്നുണ്ട്. ആ കെട്ടിടം ഇപ്പോൾ ആ നിയമക്കുരുക്കൊക്കെ അഴിച്ച് ആ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ട സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. എന്നാൽ അതിനോട് ചേർന്ന് പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടും പഴയ കെട്ടിടം പാതി മുറിച്ച് നിലനിൽക്കുന്നതുകൊണ്ട് അത് ജനങ്ങൾക്ക് വലിയ അപകട ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ നിലനിൽക്കുകയാണ്. ധാരാളം കുട്ടികളും വാഹനങ്ങളും അവിടെ കൂടെ കടന്നു പോകേണ്ടതാണ്. കെട്ടിടം ഏത് സമയത്ത് പിടിഞ്ഞു വീഴുന്ന തരത്തിലാണ് നിലനിൽക്കുന്നത്. അത് അധികാരികൾ അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. അതേസമയം ഈ കെട്ടിടത്തിന് ചരിത്ര പ്രാധാന്യവുമുണ്ട്. ഇവിടെ കച്ചവടക്കാരായിരുന്ന യഹൂദന്മാർ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. താഴെ കച്ചവടം, മുകളിൽ താമസവും. യഹൂദ ജീവിതശൈലിയുടെ അവശേഷിക്കുന്ന അടയാളമാണ് ഈ കെട്ടിടം. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ആലപ്പുഴ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. 2 പേർക്ക് പരിക്കേറ്റു. ആലപ്പുഴ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ജീവനക്കാരെ പുറം കരാർ വഴി നിയമിക്കുന്ന ഉത്തരവിനെതിരെ KGNA ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. BJP നിയമിച്ച കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായ 3-അംഗ സമിതിയുടെയും കാർഷിക ശാസ്ത്രജ്ഞരും വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെയും കൂടിക്കാഴ്ച നടന്നു. ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ നൈസി ബെന്നി തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യാപക അഴിമതി നടത്തിയെന്നാരോപിച്ച മെമ്പറുടെ രാജി ആവശ്യപ്പെട്ട NREG തൊഴിലുറപ്പ് വർക്കേഴ്സ് യൂണിയൻ പള്ളിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.